ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും എങ്ങനെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നും അതെങ്ങനെ നമുക്ക് ഫങ്ഷണലി ഓർഗനൈസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറച്ച് ടിപ്സ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ കിച്ചണിൽ നമ്മുടെ സ്റ്റൗ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റൗ സെറ്റ് ചെയ്യുന്ന പ്ലേസ് ആദ്യം ഒന്ന് ഡിസൈഡ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിങ്ക് ഏരിയ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന പ്ലേസ് അല്ലല്ലോ. അപ്പോൾ ഓൾറെഡി ബിൽറ്റ് ചെയ്തതാണെങ്കിൽ ആ ഒരു സിങ്ക് ഏരിയ കൺസിഡർ ചെയ്യേണ്ടതാണ്. പിന്നെ അധികം ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വയ്ക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള ഗ്രീനറീസൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ വേണ്ടത് അത്യാവശ്യമുള്ള ഓർഗനൈസേഴ്സാണ്. ഇപ്പോൾ ഞാനിവിടെ 2 ഓർഗനൈസറാണ് എൻ്റെ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും സ്പേസിനനുസരിച്ചിട്ടുള്ള ഓർഗനൈസർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള അപ്ലയൻസസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് അപ്ലയൻസസ് നമുക്കിപ്പോൾ എപ്പോഴും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ അപ്ലയൻസും ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. ആ ഒരു കൗണ്ടർ ടോപ്പിൽ എല്ലാ അപ്ലയൻസും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ സ്പേസും കൂടെ കണ്ടെത്തേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോക്സിൻ്റെ മുകളിലാണ് ഈ ഒരു മിക്സർ ഗ്രൈൻഡറും അതുപോലെ റൈസ് കുക്കറും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കൗണ്ടർ ടോപ്പിൽ സ്പേസ് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ അതാ ഞാൻ ഈ ഒരു കോർണറിലാണ് എൻ്റെ വുഡൻ സ്റ്റാപ്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആൻഡ് ഹാൻഡി ആയിട്ടുള്ള ഒരു പ്ലേസിൽ തന്നെ ഫങ്ഷണലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള പ്ലേസിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി കൗണ്ടർ ടോപ്പിൽ മാക്സിമം സ്പേസ് അലോ ചെയ്തിട്ട് വേണം ഓരോ ഓർഗനൈസേഴ്സും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു ഫസ്റ്റ് റാക്ക് വെർട്ടിക്കലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അതിൽ ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന സ്റ്റാപ്ലാസ്, ഫോർക്ക്, സ്പൂൺ, ഗീ, അതുപോലെ നമ്മുടെ വിനെഗർ ആൻഡ് ഓയിൽ ബോട്ടിൽസ് ഒക്കെ വരുന്ന ആ ഒരു ഇതൊക്കെയാണ് ഈ ഒരു റാക്കിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഡെയിലി ബേസിസിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സെർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ബോൾസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ സെക്കൻഡ് ഓർഗനൈസറിൽ സെക്കൻഡ് റാക്കിൽ വെച്ചിട്ടുള്ളത് ഡെയിലി ബേസിസിൽ വരുന്ന മസാലാസ്, പിന്നെ നമ്മുടെ ടീ ആൻഡ് ഷുഗർ കണ്ടെയ്നേഴ്സൊക്കെയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഗ്രീനറിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ എപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ യൂസിൽ വരുന്ന ഈ ഒരു കെറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കെറ്റിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വെച്ചിട്ടുള്ളത് ഈ ഒരു ജാറാണ്. അപ്പോൾ ഇതിൽ സോൾട്ടാണ് ഇട്ട് വയ്ക്കൽ. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ജാറായതുകൊണ്ട് തന്നെ ഹാൻഡി ആകാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കെറ്റിലും ഞാൻ ഒരു ഈസി മൂവബിൾ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഇതൊരു ചോപ്പിംഗ് ബോർഡാണ്. അപ്പോൾ ഇതിനൊരു ഹാൻഡിലൊക്കെ ഉള്ളത് കാരണം ഞാൻ ഇതിനൊരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു കെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവി കാര്യങ്ങളൊന്നും ഇവിടെ ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഒന്നും തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രണ്ടിലേക്കൊന്ന് മൂവ് ചെയ്തിട്ടാണ് ഞാനത് ഓണാക്കലുള്ളത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിന് അത്യാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ബോർഡാണ് വെച്ചിട്ടുള്ളത്, ബേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഓരോന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇതാ ഈ ഒരു മസാലാസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കുക്ക് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് അടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ സ്റ്റൗയുടെ മുകളിലുള്ള പോർഷനിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ പാക്കറ്റ് മസാലാസാണ് ഇങ്ങനെയുള്ള ബോട്ടിൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മസാലാസിൻ്റെ പേരും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും കൂടെ നമ്മുടെ ആ ഒരു മസാല പാക്കറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബേസിൽ അതിൻ്റെ ബോട്ടം പാർട്ടിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനത് ഓർത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അധികം പാക്കറ്റ് മസാലാസ് യൂസ് ചെയ്യലില്ല. നമ്മൾ വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ട് തന്നെയാണ് വെക്കൽ. അപ്പോൾ അങ്ങനെ ഫുൾ പാക്കറ്റ് മസാലാസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ അത് അത്യാവശ്യത്തിന് നമുക്ക് താളിക്കാനൊക്കെ ഉള്ള മുളക് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയ ബോട്ടിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡെയിലി ബേസിസിൽ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഹാൻഡി ആയിട്ട് സ്റ്റൗയുടെ അടുത്ത് തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു റാക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൗയുടെ തൊട്ട് മേലെയുള്ള ആ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ നിന്നിട്ട് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇതാ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വന്നിട്ടുള്ളത് ഇത്രയും ഐറ്റംസ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വർക്ക് സ്പേസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഫ്രീ സ്പേസ് എപ്പോഴും അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സ്മോൾ സ്പേസിലുള്ളവരാണെങ്കിലും വെർട്ടിക്കൽ സ്പേസൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഫ്രീ സ്പേസ് അലോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രീ സ്പേസ് അലോ ചെയ്യുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചണൊക്കെ ക്ലട്ടറായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്തും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ കിച്ചൺ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കുറച്ച് സ്പേസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സിങ്ക് ഏരിയ ആണ്. അപ്പോൾ സിങ്ക് ഏരിയയിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെക്കുക. ഗ്രീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എപ്പോഴും ഒരു ഗ്രീനറി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ഹാൻഡ് വാഷ് ലിക്വിഡും പിന്നെ നമ്മുടെ ഡിഷ് വാഷറും കൂടിയിട്ടാണ് അവിടെ വെക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് നമ്മുടെ കിച്ചൺ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഒരു ക്ലോത്ത്, ഒരു ഫൈബർ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ കയ്യിൽ കരുതുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓരോ ബോട്ടിൽസും എടുത്തതിന് ശേഷം ഒരു വൈപ്പ് കൊടുത്തിട്ട് വേണം തിരിച്ച് വെക്കാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുക്കിങ്ങിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഓർഗനൈസേഴ്സൊക്കെ ഒന്ന് ഇടയ്ക്കെടുത്ത് ക്ലീൻ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ലൈനറും കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ബേസൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കുക്കറൊക്കെ യൂസ് ചെയ്യാൻ നേരത്ത് അതിൽ നിന്ന് വരുന്ന സ്റ്റീം കാര്യങ്ങളൊക്കെ നമ്മളതിൽ കിച്ചണിൽ വെച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊക്കെ പറ്റി പിടിക്കാനും പിന്നെ നമ്മളത് വെറ്റ് ഹാൻഡ് വെച്ചിട്ടൊക്കെ തൊടുമ്പോൾ അതൊരു സ്റ്റെയിനായിട്ട് റിമെയിൻ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു എടുത്ത് യൂസ് ചെയ്യുന്ന ടൈമിലല്ലാതെയും എപ്പോഴെങ്കിലും ഇടയ്ക്കൊന്ന് 2 ഡേയ്സ് കൂടുമ്പോഴോ എപ്പോഴെങ്കിലും നമ്മുടെ കുക്കിംഗ് ടൈമിൽ തന്നെ ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ടൈം കിട്ടുന്നതാണ്. നമ്മൾ ആ ഒരു കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ ആ ഒരു വൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസറും കൂടി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇടയ്ക്കൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഹാൻഡി ആയിട്ടുള്ള ക്ലോത്ത്സും നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബേസും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലൈനർ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഒരു വൈറ്റ് ബേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മസാലാസൊക്കെ വെക്കുന്ന ഏരിയാസൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും ലൈനർ യൂസ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ ഡെയിലി ക്ലീനിങ് ഈസിയാക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ഓരോ ഐറ്റവും ഈസിലി മൂവബിൾ ആക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളതൊരു ഓർഗനൈസറിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസൊക്കെ ഒരു ഒറ്റ ഡ്രാഗിൽ തന്നെ എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്പേസ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും നമ്മൾ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ഒരു ക്ലീനിങ് പർപ്പസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. ഇനി നിങ്ങൾ ഒരു ഓർഗനൈസറും യൂസ് ചെയ്യാതെ ബോട്ടിൽസൊക്കെ ഡയറക്റ്റ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെക്കുന്നതെങ്കിൽ അത് നമുക്ക് ക്ലീനിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ബോട്ടിൽസും എടുത്ത് ക്ലീൻ ചെയ്യലും പിന്നെ ആ ഒരു സ്പേസും കൂടെ ക്ലീൻ ചെയ്ത് പോകുന്നതൊക്കെ അപ്പോൾ ഒരുപാട് ടൈം അതിനായിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഓർഗനൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കുക്കിംഗ് ടൈമിൽ തന്നെ നമുക്ക് ഗ്യാപ്പിൽ തന്നെ നമുക്കിതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് പോകാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള റാക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള സിമ്പിൾ ട്രേസൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽസൊക്കെ ആ ഒരു ട്രെയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ നേരത്ത് ജസ്റ്റ് അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൽ ഹാബിറ്റാക്കി മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ക്ലീനിങ് കുറച്ച് ഒരു ഈസി ആക്കാനും ഒരു മടി കൂടാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്നും കൂടെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലീനിങ് മടിയായി തോന്നുന്നത് ആ ഒരു ലോങ് പ്രോസസ്സ് ആലോചിച്ചിട്ടാണ്. അപ്പോൾ അതെപ്പോഴും സിംപ്ലിഫൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ എപ്പോഴും ഫ്രീ സ്പേസ് അലോ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഫ്രീ സ്പേസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും കിച്ചനും ഫുള്ളായിട്ട് തന്നെ ക്ലട്ടർ ആവാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന നേരത്തും അല്ലാത്ത സമയത്തും കിച്ചൺ എപ്പോഴും ഫ്രീ സ്പേസ് അലോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ക്ലീനിങ് ടവൽസൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് നല്ലൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ക്ലോത്ത്സ് ഒക്കെയാണ്. അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്തിട്ടുള്ളത് ക്ലീൻ ചെയ്തിട്ട് നല്ല ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കലാണ്. അപ്പോൾ അത് നല്ല ടൈറ്റ് ലിഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കിടന്നോളും. ഇപ്പോൾ ഞാൻ മറ്റേ കണ്ടെയ്നറിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ എക്സ്ട്രാ സ്ക്രബ്ബറാണ്. അപ്പോൾ അതൊക്കെ ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ എങ്ങനെ ഫങ്ഷണലി ഓർഗനൈസ് ചെയ്തെടുക്കുക എന്നുള്ളതും അതുപോലെ എപ്പോഴും നീറ്റായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.